ഹായ് ഗൈസ്, ഹൗ ഇസ് ദ ആംബിയൻസ്? എങ്ങനെയുണ്ട്? കാണാൻ കിടിലനല്ലേ? ഇത് ഞാൻ നിങ്ങൾക്ക് ഫോണിൽ കൂടെ കാണിച്ചു തരുന്നതിനേക്കാൾ മനോഹരമാണ് നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ. ശരിക്കും ഇവിടുത്തെ ആർട്ടും പ്ലാൻസും കാണേണ്ടതും ആസ്വദിക്കേണ്ടതുമാണ്. ഈ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ എടപ്പള്ളി പില്ലർ നമ്പർ 376. മറക്കണ്ട, 376. നിങ്ങൾ ഫ്രണ്ട്സോ ഫാമിലി ആയിട്ട് കുറച്ച് നേരം ഇരിക്കാനും ചില്ല് ചെയ്യാനാണെങ്കിൽ ഓടി വന്നോളൂ. വളരെ എസ്തെറ്റിക് ആയിട്ടും ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടാണ് ഈ കഫേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻഡോറും ഔട്ട്ഡോറും രണ്ടും ഒന്നിനൊന്ന് മെച്ചാണ്. ആർട്ടും പ്ലാന്റ്സും ലൈറ്റ്സും ആയിട്ട് ശരിക്കും ഭയങ്കര കൂൾ സ്പേസാണ്. ഡോണ്ട് മിസ് ഇറ്റ്. ഇവിടെ വന്ന് നമ്മുടെ മനസ്സും നിറയും വയറും നിറയും, അതിലൊരു സംശയമില്ല. ഞാൻ ആദ്യം തന്നെ അവിടെ ചെന്ന വഴിക്ക് ഓർഡർ ചെയ്ത് അവരുടെ ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഈ മഴയത്ത് ട്രൈ ചെയ്യേണ്ട ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫുഡ് പോലെ തന്നെ അവരുടെ കസ്റ്റമർ സർവീസ് അത് പറയേണ്ടതാണ്. ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അവർ തന്നെ റെക്കമെൻഡ് ചെയ്ത അവരൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഇത്, ബ്രെഡ് ചിക്കൻ സ്റ്റൂ. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ആദ്യം കഴിക്കൽ പുറത്തിരുന്നാണ് ആരംഭിച്ചതെങ്കിലും നല്ല മഴ കാരണം എനിക്ക് അകത്തേക്ക് മാറേണ്ടി വന്നു. ഒരു ഈവനിങ് 5 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ ലൈറ്റ്സ് കിട്ടും. അപ്പോൾ പിന്നെ വേറെ ലെവല്, ഭയങ്കര കിട്ടില്ല ആംബിയൻസ്. അടുത്തായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് ടച്ച് വിങ്സ് ആണ്. അത് അത്യാവശ്യം ഒരു സ്പൈസി ഐറ്റമാണ്. ഈ ഫ്രൈഡ് ഐറ്റംസൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് മസ്റ്റ് ട്രൈ ആണ്. ഇതിൻ്റെ ഇടയിൽ ഇവരുടെ ആർട്ട് കാണുമ്പോൾ അതെങ്ങനെ എടുക്കാതിരിക്കാം? ഇത് മനോഹരമായിട്ട് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നറിയോ? ഇത് അടുത്തായിട്ട് നല്ല ചൂടൻ അപ്പവും ബീഫ് കറിയും വന്നിട്ടുണ്ട്. ഒരു നാടൻ ഐറ്റവും കൂടെ പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. ഇതും ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഈ അപ്പമൊക്കെ കഴിക്കാൻ മൂടുള്ളപ്പോഴേ നമുക്കിതും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ എല്ലാ മൂഡിനനുസരിച്ചിട്ടുള്ള ഫുഡ് അവിടെ ഉണ്ട്. ഞാനിവിടെ ഗംഭീര ഫുഡടിയും പുറത്ത് ഗംഭീര മഴയും നടക്കുകയാണ്. വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒരുപോലെ വൈബ് തരുന്നൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത് പറയുന്നതാണ് കേട്ടോ. മഴ കൊണ്ട ശേഷം പോവാമെന്ന് വിചാരിച്ച് എന്നെ അവർ തിരിച്ച് വിളിച്ചിട്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് ഫ്രണ്ട് ടോസും കൂടി തന്നു. അതും കൂടി കഴിച്ചപ്പോൾ മധുരം കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു. ഞാൻ ഭയങ്കര ഫുള്ളായിട്ട് എനിക്ക് നടക്കാൻ പറ്റാണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോയത്. ഇത് ഫുള്ള് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഞാനൊരു ഏകദേശം ഒരു പകുതി മുക്കാലോളം കഴിച്ചു. അങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. താങ്ക്സ് എ ലോട്ട്.